രക്ഷയുടെ പാതയിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണ് എല്ലാവർക്കും? എല്ലാവരും നല്ല ഹാപ്പി അല്ലേ? എങ്കിൽ ഈ ഹാപ്പിനെസ് ഒട്ടും കുറയ്ക്കാതെ നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? സ്നേഹസമ്പന്നനായ ദൈവമേ, ഞങ്ങളെ മുഴുവനുമായും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾ പഠിക്കാൻ പോകുന്ന ഇസ്രായേലിൻ്റെ പ്രാർത്ഥനകളും ബലികളും എന്ന പാഠത്തെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അതിൽ ഞങ്ങൾ കേൾക്കുന്ന ഓരോ കാര്യങ്ങളും, അതിലോരോ പോയിന്റുകളും ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ. അങ്ങേ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. കാവൽ മാലാഖയെ ഞങ്ങൾക്ക് കൂട്ടായി നൽകണമേ. ആമേൻ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഈജിപ്തുകാരുടെ അടിമത്തത്തിൽ നിന്നും വിമോചകനായ മോശ വഴി സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം വാഗ്ദാനം ചെയ്ത കാനാൻ ദേശത്തേക്ക് എത്തിപ്പെട്ട ഇസ്രായേൽ ജനം ദൈവത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി ആചരിക്കാൻ തുടങ്ങിയ തിരുനാളുകളെ പറ്റിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇസ്രായേലിൻ്റെ പ്രാർത്ഥനകളെയും ബലികളെയും പറ്റിയാണ്. ഈ ചാപ്റ്ററിൽ 8 പോയിന്റുകളാണുള്ളത്. അതിൽ ആദ്യത്തെ 4 പോയിന്റുകളിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്. പ്രാർത്ഥന, ദേവാലയം, സിനഗോഗ്, സങ്കീർത്തനങ്ങൾ. ഒരു കഥ കേട്ടാലോ? കാടിനടുത്തുള്ള ഒരു ഗ്രാമം. അവിടെ ജോഷുവ എന്നു പേരുള്ള ഒരു ചേട്ടനും ത്രേസ്യ എന്നു പേരുള്ള ഒരു ചേച്ചിയും താമസിച്ചിരുന്നു. കാട്ടിൽ നിന്ന് ശേഖരിക്കുന്ന വിറകുകൾ വിറ്റാണ് ഇവർ ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നത്. 2 ദിവസമായിട്ട് നമ്മുടെ ജോഷു ചേട്ടന് ശാരീരിക അസ്വസ്ഥതകൾ ഉള്ളതുകൊണ്ട് കാട്ടിൽ പോകാൻ സാധിച്ചില്ല. അതുകൊണ്ട് അടുത്ത ദിവസം അതിരാവിലെ കാട്ടിലേക്ക് പുറപ്പെട്ട ജോഷു ചേട്ടൻ പതിവിലും അധികം വിറകുകൾ ശേഖരിച്ച് പോരുന്ന വഴി ഒന്ന് വിശ്രമിക്കാനായിട്ട് ഒരു മരച്ചുവട്ടിലിരുന്നു. മരച്ചുവട്ടിലിരുന്ന് ഉറങ്ങി എഴുന്നേറ്റ് ജോഷു ചേട്ടൻ ഞെട്ടിപ്പോയി. ആകെ ഇരുട്ടായിരിക്കുന്നു. രാത്രി കാട്ടിലൂടെ പോകുന്നവരെ ഭൂതം പിടിക്കുമെന്ന് കേട്ടിട്ടുള്ള ജോഷു ചേട്ടൻ ചുറ്റിനൊന്ന് പരതാൻ തുടങ്ങി. അപ്പോഴാണ് തനിക്ക് പറ്റിയ അമളി ജോഷു ചേട്ടന് മനസ്സിലായത്. താൻ പ്രാർത്ഥനാ പുസ്തകം എടുക്കാൻ മറന്നിരിക്കുന്നു. പ്രാർത്ഥന ചൊല്ലാതെ കാട്ടിലൂടെ പോകുന്നവരെ ഭൂതം പിടിച്ച് തിന്നും. ജോഷു ചേട്ടൻ ആകെ പേടിയായി. കൈകാല മുട്ടുകൾ കൂട്ടിയിടിക്കാൻ തുടങ്ങി. ജോഷു ചേട്ടൻ എങ്കിലും വിറകുകളും ശേഖരിച്ച് മുന്നോട്ട് നീങ്ങി. അപ്പോഴതാ ഒരു ഭീമാകാരനായ ഭൂതം തന്നെ പിടിച്ചു തിന്നുമെന്ന് പറഞ്ഞ് തൻ്റെ നേർക്ക് വരുന്നു. ജോഷു ചേട്ടന് വായി തോന്നിയതൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഈ ഭൂതം ഇപ്പനെ പിടിച്ച് തിന്നുവേ. ഞാൻ പ്രാർത്ഥനാ പുസ്തകം എടുക്കാൻ മറന്നുപോയി. എനിക്ക് പ്രാർത്ഥന കാണാതെ ചൊല്ലാൻ അറിയില്ല. എൻ്റെ ത്രേസ്യ 2 ദിവസമായിട്ട് പട്ടിണിയാണ്. അവളൊന്നും കഴിച്ചിട്ടില്ല. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എന്നെ രക്ഷിക്കണമേ എന്ന് വിളിച്ച് വിട്ട് നിലവിളിക്കാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞ് കണ്ണു തുറന്ന് നോക്കിയ ജോഷു ചേട്ടൻ അമ്പരന്ന് പോയി. തന്നെ ഇപ്പോൾ പിടിച്ചു തിന്നുമെന്ന് പറഞ്ഞ് തൻ്റെ നേർക്ക് ആക്രോശിച്ചു കൊണ്ടുവന്ന ഭൂതത്തെ കാണാനില്ല. പെട്ടെന്നൊരു ശബ്ദം കേട്ടു. മകനെ ജോഷുവ, നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. നീ ഇത്ര നാളും പ്രാർത്ഥിച്ചതിൽ എന്നെ ഇത്രത്തോളം പ്രീതിപ്പെടുത്തിയൊരു പ്രാർത്ഥന ഇതുവരെ ഉണ്ടായിട്ടില്ല. കേവലം പുസ്തകം നോക്കി നീ വായിക്കാതെ ഇനിയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നിറഞ്ഞ സന്തോഷത്തോടെ ദൈവത്തിന് നന്ദിയും പറഞ്ഞ് തൻ്റെ വിറകുകളുമായി ജോഷു ചേട്ടൻ വീട്ടിലേക്ക് മടങ്ങി. എന്താണ് ജോഷു ചേട്ടൻ വിളിച്ചു പറഞ്ഞത്? തൻ്റെ നിസ്സഹായതയായിരുന്നു അല്ലേ? തൻ്റെ പ്രശ്നങ്ങളും ആവലാതികളും സങ്കടങ്ങളും ഒക്കെ ദൈവത്തോട് ഏറ്റുപറയുകയായിരുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഓരോ പ്രാർത്ഥനയും. മനസ്സറിഞ്ഞ് നമ്മൾ ദൈവവുമായി നടത്തുന്ന സംഭാഷണമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇനി നമ്മളും പ്രാർത്ഥിക്കുന്നവരാണ് അല്ലേ? ഒരു നന്മ നിറഞ്ഞ പറയും, ഒരു കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ചുരുങ്ങിയത് ഒരു 6 സ്വർഗസ്ഥനായ പിതാവും 50-56 നന്മ നിറഞ്ഞ പറയുമ്പോൾ പ്രാർത്ഥന ചൊല്ലുന്നവരാണ് നമ്മൾ. എന്തൊക്കെയാണ് ഈ പ്രാർത്ഥനയിൽ വിളിച്ച് പറയുന്നതെന്ന് വല്ല പിടിയുണ്ടോ? ഇന്നത്തെ നിങ്ങളുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോൾ എന്തൊക്കെ റിക്വസ്റ്റുകളാണ് നമ്മൾ ദൈവത്തിന് മുൻപിൽ സമർപ്പിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കുന്നത്? രണ്ടാമത്തത്, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോൾ മാതാവിനെ ഏതൊക്കെ പേരിലാണ് അഭിസംബോധന ചെയ്യാറ്? ഒരു ഉദാഹരണം പറയാം. നന്മ നിറഞ്ഞ മറിയം. നമ്മൾ ഓരോ പ്രാർത്ഥനയിലൂടെയും നമ്മൾ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ കൊച്ചു കൊച്ചു അപേക്ഷകൾ ചോദിക്കുന്നതും പ്രാർത്ഥനയുടെ ഭാഗമാണ്. ഇസ്രായേൽക്കാരുടെ പ്രാർത്ഥനകളിലേക്ക് വരുമ്പോൾ അവർ ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നതിനെയും പ്രാർത്ഥനയായിട്ടാണ് കണ്ടിരുന്നത്. അവർ ബലിപീഠത്തിന് ചുറ്റും ഒന്നിച്ചുകൂടി ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമായിരുന്നു. വ്യക്തിപരമായോ അല്ലെങ്കിൽ സമൂഹം ഒന്നിച്ചു ചേർന്നോ രാവിലെയും രാത്രിയും ഒക്കെ അവർ പ്രാർത്ഥിക്കുമായിരുന്നു. പാപം ചെയ്ത് നശിപ്പിക്കപ്പെടാൻ പോകുന്ന സോദോം ഗമോറാം ദേശത്തിന് വേണ്ടി ജനതകളുടെ പിതാവായ അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ കാനാൻ ദേശത്തേക്കുള്ള യാത്രയിലുടനീളം നമ്മുടെ ഇസ്രായേൽ ജനതയ്ക്ക് ഒത്തിരി പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. ഈ പ്രതിസന്ധികളിലെല്ലാം അതിവിദഗ്ധമായി ചെന്ന് ചാടി പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകലുന്ന ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി വിമോചകനായ മോശ ദൈവത്തോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈജിപ്തുകാരുടെ അടിമത്തത്തിൽ നിന്നും
ഒത്തിരി ദുരിതങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നപ്പോൾ ഇസ്രായേൽക്കാരുടെ നിലവിളി ദൈവസന്നിധിയിൽ സ്വീകാര്യമായ ഒരു പ്രാർത്ഥനയായിരുന്നു. ഇനി ഓരോ പ്രാർത്ഥനയും ദൈവവും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം വെളിപ്പെടുത്തുന്നതാണ് അല്ലേ? അങ്ങനെ ഇസ്രായേൽക്കാരുടെ ഈ ക്ലേശങ്ങളിൽ നിന്നും ഈജിപ്തുകാരുടെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽക്കാർ മോചിക്കപ്പെട്ടപ്പോൾ ദൈവത്തിന് ആരാധനകളും സ്തുതികളൊക്കെ അർപ്പിക്കുന്നത് വഴി ദൈവവുമായിട്ട് ഒരു സവിശേഷമായ ബന്ധം സ്ഥാപിക്കാൻ ഇസ്രായേൽ ജനതയ്ക്ക് സാധിച്ചിരുന്നു. ദൈവവും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിൻ്റെ വെളിപ്പെടുത്തലാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവം കൂടെ നടന്ന ഒരു യാത്രാനുഭവമായിരുന്നു നമ്മുടെ ഇസ്രായേൽക്കാരുടേത്. കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ ഇസ്രായേൽ ജനതയുടെ മധ്യത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യമായിരുന്നു വാഗ്ദാന പേടകം. കാനാൻ ദേശത്തെത്തിയപ്പോൾ അവർ ഈ വാഗ്ദാന പേടകം ഗിൽഗാൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സ്ഥാപിക്കുകയും പിന്നീട് ബദേൽ, ഷീലോഹ എന്ന് പറയുന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു. ഈ സ്ഥലങ്ങളൊക്കെ ദൈവ ആരാധനയുടെ കേന്ദ്രങ്ങളായിരുന്നു. അങ്ങനെ BC 1050 ആയപ്പോഴേക്കും നമ്മുടെ ഇസ്രായേൽ ജനതയ്ക്ക് കാനാൻ ദേശത്താണ് അവർക്ക് ഫിലിസ്തീനയുടെ ഭീഷണി വർദ്ധിച്ചു വന്നു. അപ്പം മറ്റ് രാജ്യങ്ങളെ പോലെ തങ്ങൾക്കൊരു രാജാവില്ലാത്തതാണ് എല്ലാവരും തങ്ങളോട് യുദ്ധത്തിന് വരാൻ കാരണമെന്ന് ജനങ്ങളിങ്ങനെ പിറുപിറുക്കാൻ തുടങ്ങി. അന്ന് അവരെ നേതൃത്വം വഹിച്ചിരുന്നത് സാമുവേൽ പ്രവാചകനും പുത്രന്മാരുമായിരുന്നു. അപ്പോൾ സാമുവേൽ പ്രവാചകൻ പറഞ്ഞു, കർത്താവല്ലാതെ നമുക്ക് വേറൊരു രാജാവ് വേണ്ട എന്നൊരു തീരുമാനമായിരുന്നു നമ്മുടെ സാമുവേൽ പ്രവാചകൻ്റേതെങ്കിലും ജനഹിതം നോക്കണമെന്ന ദൈവത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് നമ്മുടെ സാമുവേൽ പ്രവാചകൻ ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്തു. അങ്ങനെ തന്നോട് യുദ്ധത്തിന് വന്ന എല്ലാ രാജ്യങ്ങളെയും തോൽപ്പിച്ച് രാജ്യത്തിന് സമാധാനം നേടിക്കൊടുത്തു നമ്മുടെ ദാവീദ് രാജാവ്. അങ്ങനെ രാജ്യത്ത് ഐശ്വര്യം കളിയാടിയപ്പോൾ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ട് അവർ ഒരു ആലയം പണിയാൻ ആഗ്രഹിച്ചു. പക്ഷേ ദൈവത്തിന് വേണ്ടി ആലയം പണിയാൻ ദൈവം നിയോഗിച്ചത് ദാവീദിൻ്റെ പുത്രനായ സോളമനെയായിരുന്നു. അങ്ങനെ 7 വർഷം കൊണ്ട് ജെറുസലേം ദേവാലയം സോളമൻ രാജാവ് പണി കഴിപ്പിച്ചു. ഇസ്രായേൽ ജനതയ്ക്ക് തങ്ങളുടെ വിശ്വാസം പ്രകടിപ്പിക്കുന്നതിനും ദൈവ ആരാധനയ്ക്കും വേണ്ടിയുള്ള സ്ഥലമായിരുന്നു ദൈവാലയം. നമ്മളും പോകാറുണ്ട് പള്ളിയിൽ അല്ലേ? എപ്പോഴെങ്കിലും നമ്മുടെ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത കൊണ്ട് നമ്മൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാറുണ്ടോ? പള്ളിയിൽ അച്ഛൻ്റെ അടുത്തുനിന്ന് അപ്പച്ചൻ്റെ അടുത്ത് അമ്മച്ചിയുടെ അടുത്ത് വഴക്ക് കേൾക്കാതിരിക്കാൻ, അല്ലെങ്കിൽ കാറ്റഗറിസത്തിൻ്റെ അറ്റൻഡൻസ് കിട്ടാൻ വേണ്ടി, ഇതിനൊക്കെയാണ് നമ്മൾ പലപ്പോഴും പള്ളിയിൽ പോവാറ് അല്ലേ? പക്ഷേ ദേവാലയം എന്ന് പറയുന്നത് ദൈവം വസിക്കുന്ന സ്ഥലമാണ് അല്ലേ? ദൈവം വസിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലമാണ്. ജെറുസലേം ദേവാലയം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനതയ്ക്ക് സാന്നിധ്യമേകാൻ ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമാണ് ജെറുസലേം ദേവാലയം. ദൈവാലയം എന്ന് പറയുന്നത് ദൈവം വസിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് നമ്മളോട് ദേവാലയത്തിലായിരിക്കുമ്പോൾ ഭയഭക്തി ആദരവോടുകൂടെ ആയിരിക്കണമെന്ന് പറയുന്നത്. അപ്പം മനസ്സിലായോ? ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിൽ ദേവാലയത്തിന് അതീവ പ്രാധാന്യമുണ്ടായിരുന്നു. അങ്ങനെ കാലങ്ങളൊക്കെ കഴിഞ്ഞുപോയി. നമ്മുടെ ഇസ്രായേൽ ജനത വിഗ്രഹാരാധന എന്ന പാപത്തിന് അടിപ്പെട്ടു. വിഗ്രഹാരാധന എന്നൊരു പാപത്തെപ്പറ്റി നമ്മൾ 9ാം പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? മോശ വഴി ദൈവം നൽകിയ കൽപ്പനകളിൽ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുതെന്ന് ദൈവം നിഷ്കർഷിച്ചിരുന്നു അല്ലേ? പ്രവാചകന്മാർ വഴി പലതവണ താക്കീത് കൊടുത്തിട്ടും ദൈവത്തിൽ നിന്നകന്ന് വിഗ്രഹാരാധന എന്ന പാപം ചെയ്ത ഇസ്രായേൽ ജനതയ്ക്ക് നേരിടേണ്ടി വന്ന ശിക്ഷ എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. അവർ ജെറുസലേം നഗരവും ദേവാലയമൊക്കെ നശിപ്പിക്കപ്പെട്ടു. അവർ ബാബിലോണിൻ്റെ അടിമകളും പ്രവാസികളൊക്കെയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് ഒന്നിച്ചു കൂടുന്നതിനും പ്രാർത്ഥിക്കുന്നതിനൊക്കെ വേണ്ടി അവർ കണ്ടുപിടിച്ചൊരു മാർഗമാണ് സിനഗോഗ് എന്ന് പറയുന്നത്. ഒന്നിച്ചു കൂടുക എന്നതാണ് സിനഗോഗ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ. മട്ടാഞ്ചേരിയിലും ചേന്നമംഗലത്തൊക്കെയുള്ള സിനഗോഗുകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? സുനാഗോ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് സിനഗോഗ് എന്ന വാക്ക് ഉണ്ടായത്. നഗരത്തിലെ പ്രധാന സ്ഥലത്തോ അല്ലെങ്കിൽ ഉയർന്ന സ്ഥലങ്ങളിലോ ജെറുസലേം നഗരത്തിന് അഭിമുഖമായിട്ടാണ് സിനഗോഗുകൾ നിർമ്മിച്ചിരുന്നത്. അവിടെ വെച്ചിട്ട് അവർ സമ്മേളനങ്ങൾ കൂടുകയും നിയമഗ്രന്ഥം വായിക്കുകയും അതുപോലെ സാബത്തുകളിലും തിരുനാളുകളിലൊക്കെ ശുശ്രൂഷകളൊക്കെ നടത്തിയിരുന്നതും സിനഗോഗുകളിൽ വെച്ചിട്ടായിരുന്നു. ദേവാലയവും ബലിയർപ്പണമൊക്കെ ഇല്ലാതായപ്പോൾ ഇസ്രായേൽ ജനതയ്ക്ക് വിശ്വാസ ജീവിതത്തിനുള്ള അവസരം നൽകിയത് സിനഗോഗുകളായിരുന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറ്റിയാണ് പഠിച്ചത്? പ്രാർത്ഥന, ദേവാലയം, സിനഗോഗ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സങ്കീർത്തനങ്ങൾ. സങ്കീർത്തനങ്ങൾ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. 91 സങ്കീർത്തനമൊക്കെ നമുക്ക് മനപ്പാടാണ് അല്ലേ? ഈ സങ്കീർത്തനങ്ങൾ ഇസ്രായേൽക്കാരുടെ ജീവിത സാഹചര്യങ്ങളിൽ രൂപം കൊണ്ട പ്രാർത്ഥനാ ഗീതങ്ങളാണ്. ഈ സങ്കീർത്തനങ്ങൾ എഴുതപ്പെട്ടത് ദാവീദ് രാജാവാണെന്ന് പറയുന്നു. ചില സങ്കീർത്തനങ്ങൾ ദാവീദ് രാജാവിന് വേണ്ടി എഴുതപ്പെട്ടതാണെന്നും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഈ പാടാവുന്നതും വായിക്കാവുന്ന രൂപത്തിലൊക്കെയാണ് സങ്കീർത്തനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ തിരുനാളവസരങ്ങളിലൊക്കെ ഇവർ വാദ്യോപകരണങ്ങളോട് കൂടി സങ്കീർത്തനങ്ങൾ ചൊല്ലുന്ന പതിവ് ഇസ്രായേൽ ജനതയ്ക്ക് ഉണ്ടായിരുന്നു. ബൈബിൾ എന്ന് പറയുന്നത് ഒത്തിരി പുസ്തകങ്ങളുടെ ഒരു സമാഹാരമാണെന്ന് നമ്മൾ ആദ്യത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഈ ബൈബിളിലെ തന്നെ ഏറ്റവും വലിയ പുസ്തകമാണ് സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. 150 അധ്യായങ്ങളടങ്ങിയ ബൈബിളിലെ ഏറ്റവും വലിയ പുസ്തകമാണ്
സങ്കീർത്തനങ്ങൾ. ഇനി സങ്കീർത്തനങ്ങളെ തങ്ങളുടെ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 ഗണങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. സ്തുതിഗീതങ്ങൾ, വിലാപകീർത്തനങ്ങൾ, കൃതജ്ഞതാ കീർത്തനങ്ങൾ. ഈ ബലി, പ്രദക്ഷിണം തുടങ്ങിയ അവസരങ്ങളിലൊക്കെ ദൈവത്തെ ആരാധിക്കുന്നത്, സ്തുതിക്കുന്നതിന് വേണ്ടിയുള്ള ആഹ്വാനങ്ങളുമായി ആരംഭിക്കുന്നതാണ് സ്തുതിഗീതങ്ങൾ എന്ന് പറയുന്നത്. ഈ വിപത്സന്ധികളൊക്കെ വരുമ്പോൾ ദൈവത്തോട് സഹായം അഭ്യർത്ഥിക്കുന്നതാണ് വിലാപകീർത്തനങ്ങൾ വഴി. അതുപോലെ യുദ്ധം, ക്ഷാമം, രോഗം തുടങ്ങിയ വിപത്സന്ധികളൊക്കെ നീങ്ങിക്കിട്ടുമ്പോൾ ദൈവത്തിനോട് നന്ദി പറയുന്നതിന് വേണ്ടി ദേവാലയത്തിൽ ചെന്ന് ദൈവജനത്തിന് മുൻപിൽ ദൈവത്തെ ഏറ്റു പറഞ്ഞ് നന്ദി പറയുന്നതിനെയാണ് കൃതജ്ഞതാ കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? പ്രാർത്ഥന, ദൈവവും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം വെളിപ്പെടുത്തുന്നതാണ് പ്രാർത്ഥന എന്ന് പഠിച്ചു. പിന്നെ ദൈവാലയത്തെ പറ്റി പഠിച്ചു. ദൈവജനത്തിന് സാന്നിധ്യമേകാൻ ദൈവം തിരഞ്ഞെടുത്തതാണ് ദൈവാലയം എന്ന് പഠിച്ചു. പിന്നെ ദേവാലയവും ബലിയർപ്പണമൊക്കെ ഇല്ലാതായപ്പോൾ ജനതകൾക്ക്, ഇസ്രായേൽ ജനതയ്ക്ക് വിശ്വാസ ജീവിതത്തിനുള്ള അവസരം നൽകിയത് സിനഗോഗുകളാണെന്ന് പഠിച്ചു. പിന്നെ ഇസ്രായേൽ ജനതയുടെ ജീവിത സാഹചര്യങ്ങളിൽ രൂപം കൊണ്ട പ്രാർത്ഥനാ ഗീതങ്ങളാണ് സങ്കീർത്തനങ്ങൾ എന്ന് നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ അടുത്ത ആഴ്ച വരുമ്പോഴേക്കും 2 ആക്ടിവിറ്റിയും ചെയ്തിട്ട് വേണം വരാൻ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? സ്നേഹസമ്പന്നനായ ദൈവമേ, ഇന്ന് ഞങ്ങൾ പഠിച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ മനസ്സിൽ നീ കോറിയിടണമേ. അവിടെ ഞങ്ങൾക്ക് ചെയ്തു തന്ന നിരവധി അനുഗ്രഹങ്ങളെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇനി ഈ നിമിഷം മുതൽ ദേവാലയത്തിലായിരിക്കുന്ന അത്രയും കാലം ഭയഭക്തിയോടെ ആയിരിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.